ഹലോ. അങ്ങനെ ഞാനിതാ തിരിച്ച് ദാവൺഗര എത്തിയിട്ടോ. എത്തിയിട്ട് 2 ദിവസമായി. പക്ഷേ ഇന്ന് മുതലാണ് കുറച്ചൊരു എനർജിയൊക്കെ വന്നത്. ഇത്രയും ദിവസം യാത്രാക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ദീപാവലി പൂജയാണ് ഇത്. അങ്ങനെ ഞാനും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതുപോലൊന്ന് പ്രാർത്ഥിക്കുന്നത്. വീട്ടിൽ പോയപ്പോൾ പ്രാർത്ഥനയൊക്കെ കുറച്ച് കുറവായിരുന്നു. കൺമണി എൻ്റെ നാത്തൂൻ്റെ ലാപ്ടോപ്പിൽ വല്ലാത്ത കളിയാണ് കേട്ടോ. എന്നാൽ അവിടെ കാർട്ടൂൺ ആണെങ്കിലോ പ്ലേ ആവുന്നുണ്ട്. ലക്ഷ്മി അക്കയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചായ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ അക്കയ്ക്കുള്ള ചായയൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ കുറേ ദിവസമായിട്ട് എനിക്ക് കുറച്ച് മീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെ നോക്കി എല്ലാം നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇവിടുത്തെ അമ്മ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഹോളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലഞ്ച് അതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അശ്വിനും കൺമണിയും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൺമണിക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അവളെ ഹോംവർക്ക് എഴുതിക്കാൻ വേണ്ടി കുറച്ച് സമയം കഷ്ടപ്പെട്ടു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളും കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ പുറത്തൊക്കെ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പടക്കമൊന്നും ഇഷ്ടമില്ലാത്ത അശ്വിൻ കൺമണിക്ക് വേണ്ടിയിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു കൊടുത്തു. പിന്നെ കൺമണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എറിഞ്ഞു പൊട്ടിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതെനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ്. അങ്ങനെ അതൊക്കെ പൊട്ടിച്ചു. നമ്മുടെ ഗലിയിലാണെങ്കിൽ ഭയങ്കര പടക്കമായിരുന്നു കേട്ടോ. വേറെ വീട്ടുകാരൊക്കെ അതൊക്കെ കുറേ സമയം കണ്ട് നമ്മളും നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ തീർത്തിട്ട് മേലെ കയറി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. താങ്ക് യു സോ മച്ച്.